നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സസ്പെൻഷൻ ഒരു സൈഡായിരിക്കും കംപ്ലൈൻറ്റ് വരുന്നത്. ആ ഒരു സൈഡ് മാത്രം മാറിയാൽ മതിയോ, അതോ രണ്ട് സസ്പെൻഷനും ഒന്നിച്ച് മാറണം? എന്തുകൊണ്ടാണ് സസ്പെൻഷന് കംപ്ലൈൻറ്റ് വരുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് സസ്പെൻഷന് പ്രശ്നങ്ങൾ വരാം? അല്ലെങ്കിൽ സസ്പെൻഷൻ മാറുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ മാറണം? ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെബിൻ തോമസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സെബിൻ മിക്കവർക്കും അറിയാമായിരിക്കും, എല്ലാ വീഡിയോസിനും സെബിൻ്റെ ഒരു കമൻറ്റ് കാണും. ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ. ഏതായാലും ചോദ്യം ഇങ്ങനെയാണ്: ക്യാൻ യു പ്ലീസ് ഡു എ വീഡിയോ അബൌട്ട് സസ്പെൻഷൻ? ഹൗ വിൽ ബി സസ്പെൻഷൻ ഹാർഡ്? ഹൗ വിൽ be noise coming from suspension? How will we understand that suspension has a complaint? In the car given to showroom, the right side suspension gets hard, that only customer says to change. Why they recommend they will change strut chassis front suspension RH and LH? If suspension gets harder, any mileage problem gets suspension strut assembly chassis only change or another mount or stabilizer bar bush. ഏതായാലും ഞാൻ ഈ പറഞ്ഞ സംഗതികൾ തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് സെബിൻ ചോദിച്ചിരിക്കുന്നത് ആദ്യം തന്നെ എങ്ങനെയാണ് ഒരു സസ്പെൻഷൻ ഹാർഡാകുന്നത്? രണ്ട് കാരണങ്ങൾ കൊണ്ട് സസ്പെൻഷൻ ഹാർഡാകാം. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ചില വാഹനങ്ങളിൽ അപ്സൈസ് ടയർ ഇടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാഹനം കുറേ നേരം ലിഫ്റ്റിൽ തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ടയർ ഇട്ടുകൊണ്ട് തന്നെ കുറേ നേരമോളം ടയർ തൂങ്ങിക്കിടന്ന് കഴിഞ്ഞാൽ, അതിപ്പോൾ ഏതെങ്കിലും ഒരു ജാക്ക് വെച്ച് പൊക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താണെങ്കിലും ടയർ കുറേ നേരം തൂങ്ങിക്കിടന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഹാർഡാവാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവറിൽ നന്നായിട്ടൊരു ഇമ്പാക്റ്റ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പല രീതിക്ക് വരാം. നല്ലൊരു കുഴിക്കകത്ത് ചാടുന്ന സമയത്ത് അണ്ണീവനായിട്ടൊരു ഷോക്ക് ആ വാഹനത്തിൻ്റെ ഷോക്ക് അബ്സോർവറിലോട്ട്, അതായത് ഇപ്പം നേരെ വന്ന് താഴുന്ന സമയത്ത്, അതായത് നേരെ ടയർ വന്ന് ഇടിക്കുന്ന സമയത്ത് ഒരു സൈഡ് കൊണ്ട് ഇടിച്ച് ഒരു സൈഡിലോട്ട് ഒരു പ്രസ്സിങ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഷോക്കിന് കംപ്ലൈൻറ്റ് വരാം, അല്ലെങ്കിൽ ഹാർഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതും ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഹാർഡ് ആകാനുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ ഷോക്കിനകത്ത് വരുന്ന വാൽവുകളുണ്ട്. ഈ വാൽവ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ സർക്കുലേഷൻ, അതായത് അപ്പ് ആൻഡ് ഡൗണിനകത്ത് വരുന്ന ഓയിൽ സർക്കുലേഷൻ നടക്കാതെ വന്നാലും ഈ പറഞ്ഞ പോലെ നമ്മുടെ വാഹനത്തിൻ്റെ ഷോക്ക് ഹാർഡാകും. ഇതാണ് കാരണങ്ങൾ ഷോക്ക് ഹാർഡാകാൻ വേണ്ടിയിട്ട്. ഇനി വാട്ട് വിൽ യു അണ്ടർസ്റ്റാൻഡ് ഷോക്ക്? നമുക്ക് എങ്ങനെ ഇത് മനസ്സിലാക്കാം? അതായത് ഹൗ വിൽ വി അണ്ടർസ്റ്റാൻഡ് ദ സസ്പെൻഷൻ ഹാസ് എ കംപ്ലൈൻറ്റ്? എങ്ങനെ മനസ്സിലാക്കാം? വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം ഗട്ടറിലൊക്കെ പോകുന്ന സമയത്ത് ഈ ഗട്ടറിനകത്തോട്ട് വീഴുന്ന സമയത്ത് ഈ ഷോക്കുകളൊന്നും ഈ ഷോക്ക് അബ്സോർവർ എടുക്കുന്നില്ല. അതായത് നമ്മൾ ചാടുന്ന സമയത്ത് ചെറിയ രീതിക്ക് നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, ബാക്കി സസ്പെൻഷൻ എടുക്കുന്നുണ്ട്. ഒട്ടും സസ്പെൻഷൻ എടുക്കുന്നില്ലെന്നുണ്ടെങ്കിൽ വാഹനം നല്ല രീതിക്ക് ചാടി പോകുന്നു. ഈ ചാട്ടം മുഴുവൻ നമ്മൾ വാഹനത്തിനകത്ത് ഇരുന്ന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കാൻ പറ്റും ഈ വാഹനത്തിൻ്റെ ഷോക്കിന് കംപ്ലൈൻറ്റ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ മേളിൽ വരുന്ന ഫെൻഡർ പോർഷൻ്റെ അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, വാഹനം ഒന്ന് താക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് പ്രസ് ചെയ്ത് താഴുന്നില്ലെന്നുണ്ടെങ്കിൽ അതും ഷോക്കിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ്, ഷോക്ക് ഹാർഡ് ആയതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നം കാണിക്കുന്നത്. ഇൻ ദ കാർ ഗീവൺ ടു ഷോറൂം. ഇനി ഷോറൂമിലൊരു വാഹനം നമ്മൾ കൊടുക്കുന്ന സമയത്ത് സസ്പെൻഷൻ, റൈറ്റ് സൈഡിലെ സസ്പെൻഷൻ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അവരുമായിട്ട് നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി റൈറ്റ് സൈഡിലെ സസ്പെൻഷന് കംപ്ലൈൻറ്റ് ഉണ്ട്. ഈ റൈറ്റ് സൈഡ് മാറുന്ന കൂട്ടത്തിൽ നമ്മളെപ്പോഴും, ഇൻക്ലൂഡിങ് മീ, ഞാൻ ഉൾപ്പെടെ ആ കസ്റ്റമറോട് പറയുന്ന ഒരു കാര്യം, റൈറ്റ് കംപ്ലൈൻറ്റ് ഉണ്ട്, പക്ഷേ റൈറ്റ് മാറുന്നതിൻ്റെ കൂട്ടത്തിൽ ലെഫ്റ്റും കൂടെ മാറുന്നതാണ് ഏറ്റവും നല്ലത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സജഷൻ കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. കാരണം റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരേപോലെ ഈ വാഹനത്തിന് വന്നിരിക്കുന്ന ഷോക്കുകളാണ്. റൈറ്റ് സൈഡിൽ പുതിയതിട്ടു, ലെഫ്റ്റ് സൈഡിൽ പഴയത് ആയിരിക്കും. പഴയത് നമുക്ക് എപ്പോഴും അറിയാം, അതിൻ്റെ പ്യൂർ ആയിട്ടുള്ളൊരു വർക്കിംഗ് ആയിരിക്കത്തില്ല. അതായത് എത്രത്തോളം, അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ഷോക്ക് വന്ന സമയത്ത് ആ വാഹനത്തിൻ്റെ ഷോക്ക് എങ്ങനെയായിരുന്നു അതുപോലെ ആയിരിക്കത്തില്ല. കാരണം കാലപ്പഴക്കം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ട്. പക്ഷേ കംപ്ലൈൻ്റ് ആയിട്ട് തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു പുതിയത് ഇട്ട് കഴിഞ്ഞ് ഇവിടെ പഴയത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഷോക്ക് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ആ ഷോക്കും കൂടെ കംപ്ലൈൻ്റ് ആയി പിന്നെയും രണ്ടാമത് തിരിച്ച് കൊണ്ടുവരുന്ന സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും കൂടെ പൈസ മുടക്കുന്ന നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒറ്റ ഇതിൽ തന്നെ നമുക്കിത് രണ്ടും കൂടെ മാറി വിട്ട് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് തന്നെയാണ് ലാഭം. ഈ പറയുന്ന പോലെ ഷോറൂമിൽ ആ ഷോക്ക് പോകുമെന്ന് പറഞ്ഞാലും ഇപ്പം കുറച്ച് ദിവസം എത്ര നാൾ ഓടും നമുക്കൊരു കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 1 മാസം ഓടാം, ചിലപ്പോൾ 2 മാസം ഓടാം, ചിലപ്പോൾ ഒരു 6 മാസം ഓടാം. ഇതൊക്കെ ജസ്റ്റ് നമുക്കൊരു അസംഷൻ മാത്രമാണ്. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു റൈറ്റ് സൈഡിലാണ് പോയത് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാണ് പോയത്, അത് മാറുന്ന കൂട്ടത്തിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും കൂടെ മാറി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന് പിന്നെ മുമ്പോട്ട് വേറെ പ്രശ്നങ്ങൾ, അതായത് സസ്പെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ മാറുന്നതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലുമൊക്കെ മാറേണ്ട കാര്യമുണ്ടോ, അതായത് സ്റ്റെബിലൈസർ ബാറിൻ്റെ ബുഷ് കാര്യങ്ങളൊക്കെ മാറേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രട്ട് അഴിച്ചിറക്കി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് സ്റ്റെബിലൈസർ ബാർ എൻഡ്, സ്റ്റെബിലൈസർ ബാറിൻ്റെ ബുഷ്, സ്റ്റെബിലൈസർ ബാർ ബുഷ് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് മാറി വിട്ടോണം. കാരണം അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെങ്കിൽ ഒരു കയറ്റം ഇറക്കമൊക്കെ വരുന്ന സമയത്ത് ഇത് ട്വിസ്റ്റിംഗ് ഫോഴ്സ് വരുന്ന സമയത്ത് ആ ബുഷ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെറ്റൽ ഇടിക്കുന്ന ഒരു ഒച്ച നമുക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് എന്ന് പറയും, അതായത് രണ്ട് സ്റ്റെബിലൈസർ ബാറിനെ കണക്ട് ചെയ്യാൻ വേണ്ടി, ഷോക്കുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി
യൂസ് ചെയ്യുന്ന ഒരു റോഡാണ് സസ്പെൻഷൻ എൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റെബിലൈസർ ലിങ്ക് റോഡ് എന്ന് പറയും. ഈ ഒരു ലിങ്ക് റോഡിന് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും മാറി വിട്ടാണ്. അതിനകത്ത് 2 ബോൾ ജോയിൻറ്റ് വരുന്നുണ്ട്. അതിന് ഇളക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്തിട്ട് മാറേണ്ടതാണെങ്കിൽ മാറി വിടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെബിൻ ഏതായാലും കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്നത്. അത് ഇപ്പം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടുക.